ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് തന്നെയാണ്. അതിൽ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, പാവ്ലോൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി മുൻപത്തെ ക്ലാസ്സിൽ എടുത്തിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറഞ്ഞത് ആരാണത് കണ്ടുപിടിച്ചത്? തോണ്ടൈക്കാണ്. എഡ്വേർഡ് ആൻഡ് തോണ്ടൈക്കാണ്. അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഓർത്തിരിക്കണമെങ്കിൽ മറ്റേ തോണ്ടൈക്കിൻ്റെ പൂച്ചയും പാവ്ലോൻ്റെ പട്ടിയും അല്ലേ, അത് നമുക്ക് ബി എഡിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഓർത്തിരിക്കുന്നത് തോണ്ടൈക്കിൻ്റെ പൂച്ച അല്ലെങ്കിൽ തോണ്ടൈക്കിൻ്റെ തങ്കുപൂച്ച എന്ന് വിചാരിച്ചു. അപ്പോൾ തോണ്ടൈക്ക്, തങ്കുപൂച്ച, ട്രയൽ ആൻഡ് എറർ എല്ലാം ടീയിൽ വന്നില്ലേ. പാവ്ലോൻ്റെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കണ്ടീഷനിങ്ങിൻ്റെ പരുവപ്പെടുത്തൽ, പാവ്ലോ പട്ടി, ഇതുപോലെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് തോന്നും നമ്മുടെ കണ്ടീഷൻ തിയറി പോലെ തന്നെയാണ് കുറച്ചൊക്കെ, പക്ഷേ ഇതിനകത്ത് കുറച്ച് എക്സ്പെരിമെൻറ്റിൽ കുറച്ച് മാറ്റമുണ്ട്. അതുപോലെ തോണ്ടൈക്കിന് ലോസ് ഓഫ് ലേണിങ്സ് ഉണ്ട്, 3 ലോസ് ഉണ്ട്. പിന്നെ സബോർഡിനേറ്റ് ലോസുകളുണ്ട്. പിന്നെയാണ് നമുക്ക് എക്സ്പെരിമെൻ്റൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി എന്താണെന്ന്. പാവ്ലോൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ പാവ്ലോൻ്റെ എന്താണ്? പാവ്ലോ എസ് ടൈപ്പ് ലേണിംഗ് ആണ് അല്ലേ, സ്റ്റിമുലസ് കൊടുത്തിട്ടുള്ള ലേണിംഗ് ആണ്, എസ് ടൈപ്പ് ലേണിംഗ് എന്നാണ് പറയുക. അപ്പോൾ തോണ്ടൈക്കിന് അതുപോലെ തന്നെയാണ് SR തിയറി എന്ന് പറയും. അപ്പോൾ അതിന് അനദർ നെയിമാണ് SR തിയറി എന്ന് പറയുന്നത്. പാവ്ലോൻ്റെ എസ് ടൈപ്പാണ്, മാറിപ്പോരുത്. പാവ്ലോ എസ് ടൈപ്പ് തിയറിയാണ്, എസ് തിയറിയാണ്, സ്റ്റിമുലസ് ആണ്. ഇവിടെ നമ്മുടെ SR തിയറി എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു SR കണക്ഷൻ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. SR കണക്ഷൻ, ഇതിലെ സ്റ്റിമുലസും ഇത് റെസ്പോൺസും ആണെന്നറിയാലോ. ഇത് തമ്മിലുള്ള കണക്ഷനാണ് ഇവിടെ കൂടുതലായിട്ട് പറയുന്നത്. ഈ കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രോങ് ആണെങ്കിൽ, ഈ കണക്ഷൻ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ കണക്ഷനാണ് ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടോ. തോണ്ടൈക്കിൻ്റെ കുട്ടിയിലെ പഠനം നടക്കുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ കുട്ടിയുടെ ഉള്ളിലൊരു SR കണക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കണക്ഷൻ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസും സ്ട്രോങ് ആയിരിക്കും. ഇതാണ് നമ്മുടെ തോണ്ടൈക്ക് പറഞ്ഞത്. തോണ്ടൈക്ക് സേസ് ദാറ്റ് ലേണിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് കണക്ഷൻസ് ബിറ്റ്വീൻ എ പെർട്ടിക്കുലർ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ബിൽഡ് ചെയ്തെടുക്കുക, കാരണം അവിടെ ഇത് തമ്മിലുള്ള കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുക. ദിസ് കണക്ഷൻ ക്യാൻ ബി സ്ട്രെങ്തൻ ത്രൂ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമ്മൾ പലതവണ ചെയ്ത് നോക്കിയിട്ട് ട്രയൽ ചെയ്ത് അതിൽ എറേഴ്സ് ഉണ്ടാവും. എററൊക്കെ മാറ്റി നമുക്ക് സക്സസ്സിലോട്ട് പോകാൻ പറ്റും എന്നാണ് പറയുന്നത് തോണ്ടൈക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരു മെത്തേഡ്, ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അതിലൊരു മെത്തേഡ് നമ്മൾ ചെയ്തു. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കണക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു മെത്തേഡ് നോക്കും അല്ലേ. ആ മെത്തേഡ് നമുക്ക് തെറ്റാണെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ആ മെത്തേഡിലോട്ടാണോ പോവുക? അല്ല, അടുത്ത മെത്തേഡ്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത മെത്തേഡ് പോകും. അതും തെറ്റി, പിന്നെ എന്ത് ചെയ്യും? അടുത്ത മെത്തേഡിലോട്ട് പോകും. അതാവും ശരിയാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് വരെ നമ്മൾ പല മെത്തേഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ തോണ്ടൈക്ക് പറയുന്നതും ട്രയൽ ആൻഡ് എറർ മെത്തേഡിലും പറയുന്ന കാര്യം. അപ്പോൾ ഈ തിയറിക്ക് പല പേരുകളുണ്ട്. ഓർത്താൽ തന്നെ കിട്ടും. എന്ന് വെച്ചാൽ SR തിയറി നമുക്കറിയാം, ഇതിൻ്റെ കണക്ഷനാണെന്നറിയാം. അപ്പോൾ SR തിയറി എന്നൊരു പേരുണ്ട്. അതുപോലെ തന്നെ ഇത് തിയറി ഓഫ് കണക്ഷനിസം എന്നുണ്ട്. അതുപോലെ ഈ കണക്ഷനെ നമുക്കൊരു ബോണ്ടെന്നും പറഞ്ഞൂടെ. അപ്പോൾ ബോണ്ട് തിയറിയും എന്നും പേരുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തോണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. തോണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ത് വെച്ചിട്ടായിരുന്നു? പൂച്ച. ഇപ്പം ഞാൻ പറഞ്ഞു തങ്കുപൂച്ച എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പൂച്ചേനെ വെച്ചിട്ടായിരുന്നു തോണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റ്. പൂച്ചേനെ വരയ്ക്കാൻ എനിക്ക് അറിയില്ല നന്നായിട്ട്. അപ്പോൾ ഒരു പൂച്ചേനെ വിശന്നിരിക്കുന്ന ഒരു പൂച്ചേനെ ഒരു കൂട്ടിലിട്ടു. ആ കൂടിനൊരു പ്രത്യേകത ഉണ്ട്, അതിനൊരു ഡോറുണ്ട്. ആ ഡോറ് തുറക്കണമെങ്കിൽ ഇവിടെ ഒരു സ്ട്രിങ് കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ വിശന്നിരിക്കുന്ന ഒരു പൂച്ചേനെ ഒരു കൂട്ടിലിട്ടു. ഇതിൻ്റെ പുറത്ത് എന്ത് വെച്ചിട്ടുണ്ട്? ഫുഡ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മീൻ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂച്ചയ്ക്ക് ഭയങ്കര വിശപ്പായതുകൊണ്ട് കുറേ നേരം ഈ കൂട് തുറക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. അവസാനം പൂച്ച ഈ സ്ട്രിങ്ങിനെ ഒന്ന് വലിച്ചപ്പോൾ ഈ കൂട് തുറന്നപ്പോൾ പൂച്ച പോയി ഭക്ഷണം കഴിച്ചു. പിന്നെയും എന്ത് ചെയ്തു?
പൂച്ച വിശന്നിരിക്കുന്ന പൂച്ചേനെ തോണ്ടായിക്ക് വീണ്ടും ആ കൂട്ടിൽ തന്നെ ഇട്ടു. പിന്നെയും പൂച്ച കുറേ ശ്രമിച്ചു എന്ത് ചെയ്യാൻ, ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും ഈ സ്ട്രിങ്ങിൽ പുൾ ചെയ്ത് പൂച്ച ഇത് തുറന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നു. വീണ്ടും എന്ത് ചെയ്തു, പൂച്ചേനെ കൂട്ടിലിട്ടു, വിശന്നിരിക്കുന്ന പൂച്ചേനെ കൂട്ടിലിട്ടു. അപ്പോൾ ആദ്യം എടുത്ത ടൈം, ഈ സ്ട്രിങ് വലിക്കാൻ എടുത്ത ടൈമല്ല പിന്നീട്. കാരണം പൂച്ചയ്ക്ക് മനസ്സിലായി ഇതൊന്ന് ഇതിൽ വലിച്ചാലാണ് ഇത് തുറക്കാമെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം പൂച്ച എന്ത് ചെയ്തു, പൂച്ചയ്ക്ക് മനസ്സിലായി ഈ സ്ട്രിങ് വലിച്ചാലാണ് ഡോറ് തുറക്കുക, ഈ കൂട് തുറന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറ്റുകയെന്ന് പൂച്ചയ്ക്ക് മനസ്സിലായി. അങ്ങനെ എന്താണ്, അപ്പോൾ അതിൽ നിന്നാണ് അങ്ങനെയാണ് പൂച്ച പഠിച്ചത്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിലും. ട്രൈ ചെയ്ത് പല മെത്തേഡിലൂടെ പോയി ട്രൈ ചെയ്തിട്ടാണ് ഒരു പ്രോബ്ലം കൊടുത്താലും അത് ട്രൈ ചെയ്ത് നമുക്കതിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് തോണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഇനി തോണ്ടൈക്കിൻ്റെ കുറച്ച് ലോസ് ഉണ്ട്. തോണ്ടൈക്സ് ലോസ് ഓഫ് ലേണിംഗ്, തോണ്ടൈക്കിൻ്റെ ലോസുകളുണ്ട്. തോണ്ടൈക്കിൻ്റെ എക്സ്പെരിമെൻറ്റിൽ 3 ബേസിസ് ആയിട്ടാണ് ഇതിനെ ഫോളോ ചെയ്തിരിക്കുന്നത്. സ്ട്രെങ്ത് ആൻഡ് എക്സാർ കണക്ഷൻസ്, ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള 3 ലോ ആണ് ഇതിൽ പറയുന്നത്. ആദ്യത്തെ ലോ ആണ് ലോ ഓഫ് റെഡിനെസ്. ലോ ഓഫ് റെഡിനെസ്സിന് എന്താ പറയുന്നത്, നമുക്ക് ലേണിംഗ് ബിക്കം എഫക്റ്റീവ് ഓൺലി വെൻ ദ ലേണർ ഈസ് റെഡി ടു ലേൺ. അപ്പോൾ കുട്ടിക്ക് ലേൺ ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമാണ് കുട്ടി പഠിക്കുള്ളൂ, അല്ലേ? അല്ലാതെ പഠിക്കുമോ? കുട്ടിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ പഠിക്കുമെന്ന് പറഞ്ഞാൽ പഠിക്കില്ല. അപ്പോൾ കുട്ടിയിൽ റെഡിനെസ് ഉണ്ടാക്കിയെടുക്കണം. കുട്ടിക്ക് ഇപ്പോൾ വിശക്കാത്തൊരു പൂച്ചേനെ കൂട്ടിലിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പൂച്ചയ്ക്ക് ഭക്ഷണം വേണോ? വേണ്ട. വിശന്നിരിക്കുന്ന പൂച്ചയ്ക്കാണ് അവിടെ എന്ത് വേണ്ടുള്ളൂ, ഭക്ഷണം വേണ്ടുള്ളൂ. അതുപോലെ തന്നെയാണ് റെഡി ആയിരിക്കണം. ലേൺ ചെയ്യാൻ കുട്ടി റെഡി ആയിരിക്കുന്നത് ടൈമിലാണ് കുട്ടി പഠിക്കുള്ളൂ. അപ്പോൾ ലോ ഓഫ് റെഡിനെസ് അത് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ, അല്ലേ? കുട്ടിയിൽ റെഡിനെസ് ഉണ്ടാക്കിയെടുക്കണം. അതാണ് ലേണിംഗ് ബിക്കം എഫക്റ്റീവ് ഓൺലി വെൻ ദ ലേണർ ഈസ് റെഡി ടു ലേൺ. അതാണ് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് എക്സസൈസ്. ഇപ്പം നമ്മൾ പഠിച്ച കാര്യം റിമെമ്പർ ചെയ്യണം, അല്ലേ? പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുക. ലോ ഓഫ് എക്സസൈസിൽ പറയുന്നത് ഇപ്പോൾ ഈ SR കണക്ഷനെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ പൂച്ച എന്ത് ചെയ്തു, പൂച്ച പലതവണ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പെട്ടെന്ന് തന്നെ സ്ട്രിങ് വലിക്കാൻ തുടങ്ങിയത്. ആദ്യം എടുത്ത ടൈമല്ല പൂച്ച ലാസ്റ്റ് ആയപ്പോൾ എടുത്തത്. പെട്ടെന്ന് തന്നെ സ്ട്രിങ് വലിക്കുന്നു, പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നു. അല്ലാതെ അത് പ്രാക്ടീസിലൂടെയാണ് പൂച്ചയ്ക്ക് മനസ്സിലായത്, അല്ലേ? ഇപ്പോൾ നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യാതിരിക്കുവാണെങ്കിലോ, ഇപ്പോൾ നമുക്ക് ഒരു കാര്യം പഠിക്കുവാണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ല, നമ്മൾ ചെയ്തൊരു കാര്യം വീണ്ടും അത് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്കത് പെട്ടെന്ന് കിട്ടുള്ളൂ. ഇല്ല, നമ്മളത് യൂസ് ചെയ്യാതെ നമുക്ക് അറിയുന്നൊരു എന്തെങ്കിലും ചെയ്യാൻ അറിയുന്നൊരു കഴിവ് നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സ്ട്രെങ്തനിലാക്കി വെക്കണം. അതാണ് ഇതിലും പറയുന്നത്, ലോ ഓഫ് എക്സസൈസിലും പറയുന്നത്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ഇനി ഈ ലോയിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പറഞ്ഞത്, ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ്. ലോ ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് സ്ട്രെങ്തൻ ആവും. ഡിസ്യൂസ് എന്ന് പറയുന്നതാണ് നമ്മളത് യൂസ് ചെയ്തില്ല, നമുക്ക് അറിയുന്നൊരു കഴിവ്, നമ്മുടെ കയ്യിലുള്ള ഒരു കഴിവ് അത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ്, അത് ഡിസ്യൂസാണ്. നമുക്ക് പിന്നെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് വീക്കനായി പോവും, അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് റിമെമ്പർ ചെയ്യണമെങ്കിൽ, ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് 2ാമത്തെ ലോ പറയുന്നത്. ഇനി ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പൂച്ചേനെ എന്ത് ചെയ്തു, ഒരു വിശക്കുന്ന പൂച്ചേനെ ഒരു കൂട്ടിലിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ആ പൂച്ച അത് കഷ്ടപ്പെട്ട് തുറന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും ആ ഫുഡ് നമ്മൾ അവിടെ നിന്ന് മാറ്റിയെന്ന് വിചാരിക്കുക. ഫുഡ് മാറ്റുമ്പോൾ പൂച്ച അത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലേ, അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ അവിടെ ലോ ഓഫ് എഫക്റ്റ് എന്താണ് അവിടെ, അത് പൂച്ച പിന്നെ എപ്പോഴെങ്കിലും ഇത് തുറന്ന് പുറത്തേക്ക് വരാൻ നോക്കും. പല തവണ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ, ഫുഡ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വിശന്നിരിക്കുന്ന പൂച്ച കഷ്ടപ്പെട്ട് തുറന്ന് പുറത്ത് വരാൻ നോക്കുമോ? ഇല്ല. അപ്പോൾ അതാണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ, ലേണിംഗ് ടേക്ക് പ്ലേസ് പ്രോപ്പർലി വെൻ ഇറ്റ്സ് റിസൾട്ട് ഇൻ സാറ്റിസ്ഫിക്കേഷൻ. ഒരു സാറ്റിസ്ഫിക്കേഷൻ വരണം, അല്ലേ? ആൻഡ് ദ ലേണർ ഡ്രൈവ്സ് പ്ലഷർ ഉണ്ടാവണം. അവിടെ ഡിസ്പ്ലഷർ അല്ല കൊടുക്കേണ്ടത്. അപ്പോൾ അതിനൊരു റിവാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു അർത്ഥം ഉണ്ടാവണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പുറത്ത് വന്നിട്ട് ഫുഡ് ഇല്ലെങ്കിൽ പിന്നെ പൂച്ച കഷ്ടപ്പെടാൻ നിൽക്കുമോ? അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള റിവാർഡുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ മാത്രമാണ് നമുക്ക് കുട്ടികളിൽ ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് പോലെ തന്നെ
നമ്മൾ കുറച്ച് റിവാർഡുകളൊക്കെ കൊടുത്താൽ മാത്രമാണ് വീണ്ടും കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ തോന്നുള്ളൂ. അതാണ് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട ഇത് 3 ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്ന 3 ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കൂടെ തന്നെ സബോർഡിനേറ്റ് ലോസുകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സബോർഡിനേറ്റ് ലോസ് എക്സ്പ്ലെയിൻസ് ദ ലേണിംഗ് പ്രോസസ്സ്. സബോർഡിനേറ്റ് ലോസ് എക്സ്പ്ലെയിൻസ് ദ ലേണിംഗ് പ്രോസസ്സ്. അതിൽ ഒരെണ്ണമാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. എന്താണ്? വെൻ ലേണേഴ്സ് ഫേസസ് എ പ്രോബ്ലം he or she responds in different ways. Some of the response lead to success while others leads to failure. Learner learns from his own mistake. അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു മെത്തേഡിലൂടെ പോയി കിട്ടിയില്ല, വീണ്ടും നമ്മൾ അതേ മെത്തേഡിലൂടെയാണ് പോവുക? അല്ല, അതേ മെത്തേഡിൽ പോയി വീണ്ടും അത് തോക്കുകയല്ലേ ചെയ്തു, ഫെയിലിയർ ആവുകയുള്ളൂ ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത മെത്തേഡിലൂടെ പോകണം. അതും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെത്തേഡ് നോക്കണം. അങ്ങനെ നമ്മൾ ഫെയിലിയറിലൂടെയാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ലേണേഴ്സ് ലേൺസ് ഫ്രം ഹിസ് ഓൺ മിസ്റ്റേക്ക്. സ്വന്തം മിസ്റ്റേക്കിലൂടെ തന്നെ മാത്രമാണ് ലേണർ ലേൺ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസിൽ പറയുന്നത്. ഇനി ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്. ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓർ സെറ്റ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ റെഡിനെസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുട്ടി റെഡി ആയിരിക്കണം പഠിക്കാനല്ലേ, അല്ലാണ്ട് കുട്ടിക്കൊരു റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കുട്ടി പഠിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സെറ്റ്. Similar to that of mental readiness, proper attitude from the task is also required to learner to perform the task well. ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി. ചില കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് കിട്ടിയാൽ മതി എന്നായിരിക്കും. അപ്പോൾ അവിടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ? ആ കുട്ടിക്ക് ആവശ്യമില്ലാണ്ടാണ് ആ കുട്ടി പഠിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ല മാർക്ക് കിട്ടിയിട്ട് വേണം പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം എന്ന് ആലോചിച്ചിട്ടാണ് ആ കുട്ടി പഠിക്കുന്നതെങ്കിലോ. അപ്പോൾ അതാണ് ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡിനെസ് പോലെ തന്നെ നമുക്ക് ആറ്റിറ്റ്യൂഡും വേണം. ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പല പുതിയ കാര്യങ്ങളും പഠിക്കാൻ കഴിയുള്ളൂ. അതാണ് ലോ ഓഫ് ആറ്റിറ്റ്യൂഡിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ലോ ഓഫ് പ്രീ പൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് റെസ്പോൺസ് മൂവ് ടു ദ സിഗ്നിഫിക്കൻറ്റ് അസെപ്റ്റ്സ് ഓഫ് എ പ്രോബ്ലം റാദർ ദാൻ ദി ഇറവലൻറ്റ് ഫാക്ടർ. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടിയുടെ അടുത്ത് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ക്വയർ, ട്രയാങ്കിള്, സർക്കിള്. അപ്പോൾ കുട്ടീനോട് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിപ്പോൾ പല പല കളറിലായിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇറലവൻറ്റ് ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഷേപ്പ്, ഇതിനെത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. മറ്റുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ തള്ളിക്കളയണം. അതാണ് ലേണർ റെസ്പോൺസ് മൂവ് ടു ദ സിഗ്നിഫിക്കൻറ്റ് അസെപ്റ്റ്സ് ഓഫ് എ പ്രോബ്ലം റാദർ ദാൻ ദ ഇറലവൻറ്റ് ഫാക്ടർ. ഇനി അടുത്ത് ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി. അതെന്താണെന്ന് വെച്ചാൽ ലേണർ റെസ്പോൺസ് ടു എ ന്യൂ ലേണിംഗ് സിറ്റുവേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റെസ്പോൺസ് മെയ്ഡ് ഇൻ സിമിലർ സിറ്റുവേഷൻ ഇൻ ദ പാസ്റ്റിൽ നമ്മൾ ഇപ്പോൾ ഒരു സിറ്റുവേഷനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണർ റെസ്പോണ്ട് ടു എ ന്യൂ ലേണിംഗ്. പുതിയതായിട്ട് പഠിക്കുമ്പോൾ സിറ്റുവേഷനിൽ ചിലപ്പോൾ പണ്ട് അറിയുന്ന കാര്യങ്ങൾ, പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങളോട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ആ സെയിം സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും ലേണർ എന്ത് ചെയ്യുന്നത്? ഈ പുതിയ ന്യൂ ലേണിംഗ് ടൈമിലും സിറ്റുവേഷനിലും റെസ്പോണ്ട് ചെയ്യുന്നത്. സെയിം സിറ്റുവേഷൻ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അതാണ് ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ഇത് നമ്മുടെ പാവ്ലോൻ്റെ കണ്ടീഷനിങ്ങിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. It is the process in which responses on the learner can be shifted from one stimulus to other by providing appropriate conditions. അപ്പോൾ നമ്മളൊരു സ്റ്റിമുലസ് കൊടുക്കുന്നു, അതിന് റെസ്പോൺസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട അടുത്ത സ്റ്റിമുലസ് കൊടുത്താലും എന്താണ്? നമുക്ക് അതേ റെസ്പോൺസ് തന്നെ കിട്ടും. നമ്മുടെ പാവ്ലോ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിങ്ങിലും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ലോസ്. നമുക്ക് സബോർഡിനേറ്റ് ലോസ് ഉണ്ട്, പിന്നെ 3 ലോസ്, റെഡിനെസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്. ഇതാണ് 3 ലോ, ഇമ്പോർട്ടൻറ്റ് ലോ. പിന്നെ സബോർഡിനേറ്റ് ലോസ് 5 ഉണ്ട്. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ റെഡിനെസ്, ലോ ഓഫ് റെഡിനെസ്, അതിൽ നിന്ന് തന്നെ നമുക്കൊരു എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ പറയാൻ പറ്റുമോ? ലോ ഓഫ് റെഡിനെസ്സിൽ നിന്ന് എന്താണ്? കുട്ടി റെഡി ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം കുട്ടീനെ അല്ലേ. അപ്പോൾ മോട്ടിവേറ്റ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ മോട്ടിവേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ലേണിംഗ് പർപ്പസ്ഫുൾ ആണ് മോട്ടിവേഷൻ കൊടുക്കണം. പിന്നെ മെൻ്റൽ റെഡിനെസ്സിനാണ് കൂടുതലായിട്ട് ഇത് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കേട്ടോ. ഈ തിയറി, ട്രയൽ ആൻഡ് എറർ തിയറി എന്താണ്? മെൻ്റൽ റെഡിനെസ്സിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. പ്രമോട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മീനിങ് ഫുൾ പ്രാക്ടീസിലൂടെ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രാക്ടീസിലൂടെയാണ് ഇത്
എന്താണ് പറയുക, നമുക്കിത് പഠിക്കാൻ കഴിയുള്ളൂ. സ്ട്രെസ് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രൊവൈഡിങ് റീഇൻഫോഴ്സ്മെൻറ്റ്. സ്ട്രെസ്സസ്, നമുക്ക് റിവാർഡും അതുപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കണം അല്ലേ. എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ലോ ഓഫ് എഫക്റ്റിൽ പറഞ്ഞില്ലേ, റിവാർഡ്സ് ഒക്കെ കൊടുത്താൽ മാത്രമാണ് അത് പഠിക്കാനുള്ളൊരു ആഗ്രഹം കൂടുതൽ വരുള്ളൂ. ഇനി ഫോർ ബെറ്റർ ലേണിംഗ് ടു ടേക്ക് പ്ലേസ് ദ ലേണർ ഷുഡ് ബി ലിങ്ക്ഡ് ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ആസ് വെൽ ആസ് ദ ഫ്യൂച്ചർ ലേണിംഗ്. അപ്പോൾ അത് നമ്മളിവിടെ പറഞ്ഞു ഓൾറെഡി, ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗിൽ പറഞ്ഞു. സെയിം സിറ്റുവേഷനോട് ബന്ധപ്പെട്ട് പണ്ട് പഠിച്ചിരുന്ന കാര്യം ലിങ്ക് ചെയ്താലാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. അപ്പോൾ അതാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസിൽ വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ കവർ ചെയ്തു? കണ്ടീഷനിങ്, നമ്മുടെ പാവ്ലോൻ്റെയും അതുപോലെ തോണ്ടൈക്ക് ട്രയൽ ആൻഡ് എറർ തിയറിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ അതൊന്ന് കാണണം. പിന്നെ ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്.